ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 2-ാം തീയതി ആയതുകൊണ്ട് ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് ധ്യാനിക്കാം. മരിച്ചവരോടുള്ള കടമകൾ. ഓൾ സോൾസ് ഡേ എന്നറിയപ്പെടുന്നതാണ് നവംബർ 2-ാം തീയതി. എല്ലാ പരേതാത്മാക്കളെയും നമ്മൾ പ്രത്യേകമായിട്ട് സഭയിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചവരോടുള്ള കടമകൾ, ജീവിച്ചിരിക്കുന്നവരുടെ കടമകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതറിയാവുന്ന വ്യക്തികൾ, അറിയില്ലാത്ത വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഒരല്പം പ്രകാശം വീശുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കും. 2 കാര്യങ്ങളാണ് ഈ ദിവസം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത്. 1 ആത്മരക്ഷ, 2 ആത്മാക്കളുടെ രക്ഷ. സ്വന്തം ആത്മരക്ഷ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? മത്തായി 16:26 നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സന്ദേശമാണ്. അതുപോലെ തന്നെ ആത്മാക്കളുടെ രക്ഷ. വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സത്യമറിഞ്ഞ് രക്ഷ പ്രാപിക്കണം എന്നത് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, സഭയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1 പുണ്യാഭ്യാസം, 2 വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം, പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം. ഇത് രണ്ടും ദൈവമക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നാം ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട 2 കാര്യങ്ങൾ. 1 ദൈവത്തെ സമീപിക്കുമ്പോൾ, 2ാമത്തേത് സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ. 1ാമത്തെ കാര്യമാണ് എളിമ, ഹ്യൂമിലിറ്റി വെൻ യു അപ്രോച്ച് ഗാഡ്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലും എളിമയാണ്. എളിമ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാമത്തെ കാര്യം ജെന്റിൽനെസ്, സൗമ്യത. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് സൗമ്യത. ഇവിടെ ഒരുപാട് റഫ് ആൻഡ് ടഫാണ്, അല്ലെങ്കിൽ മുൻകോപികളാണ്. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ചുകൂടി റിഫൈൻഡ് ആകണം, സൗമ്യതയുള്ളവരായി മാറണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ 2 കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കാം. 1ാമത്തേത് നാം ദൈവത്തെ സ്നേഹിക്കണം. 2ാമത്തേത് നാം പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. മർക്കോസ് 12:30 വായിച്ചാൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നാം സ്നേഹിക്കുന്നവരായിട്ട് മാറണം. അതിനുള്ള അധ്വാനം മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 5:14 വായിച്ചാൽ പരസ്പരം സ്നേഹിക്കുക, ആ ഒരു കൽപ്പനയിൽ ബാക്കിയെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഈ 2 കാര്യങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങളും വചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിച്ചാൽ എന്താ നമുക്കുണ്ടാകുന്ന നേട്ടം? പ്രഭാഷകൻ 34:19 വായിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സംരക്ഷണം, താങ്ങ്, അനുഗ്രഹം, ഇതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഇനി പരസ്പരം സ്നേഹിച്ചാലോ? 1 പത്രോസ് 4-ാം അധ്യായം 7-8 വചനങ്ങൾ വായിക്കുമ്പോൾ സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കും. പാപത്തിൽ വീഴാതിരിക്കാൻ, പാപത്തിന് പരിഹാരമാകാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പരസ്പര സ്നേഹം എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കാൻ. നമുക്കിനി മരിച്ചവരോടുള്ള ചില കടമകൾ വചനം വ്യക്തമാക്കുന്നുണ്ട്. അവ മനസ്സിലാക്കിയിരിക്കാം. മരിച്ചവരോടുള്ള കടമ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ പരേതാത്മാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്. സഭ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സമരസഭ, നമ്മൾ അതിൽപ്പെടുന്നവരാണ്. സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ വിജയസഭ, വിജയസഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയവർ. ഈ 3 വിഭാഗക്കാർക്കും പരസ്പരം സഹായിക്കാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന നമുക്ക് സമരസഭയിൽപ്പെട്ടവർക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ശുദ്ധീകരണം പൂർണ്ണമായി സ്വർഗത്തിലെത്തിയാൽ അവർക്ക് സമരസഭയിൽപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം സഹായിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മരിച്ചവരോടുള്ള നമ്മുടെ കടമ നാം നിറവേറ്റാൻ ശ്രദ്ധിക്കും. പ്രഭാഷകൻ 7
33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി കൊടുക്കുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. അത് നമ്മുടെ മാതാപിതാക്കളാണേലും സഹോദരങ്ങളാണേലും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന നമ്മൾ കൊടുക്കണം. മരിച്ചു കഴിയുമ്പോൾ മരണാനന്തരം നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കടമ മറക്കരുത് എന്ന് വചനം പഠിപ്പിക്കുക. തോബിത്ത് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഡെഡ് ബോഡി, മൃതശരീരം മാർക്കറ്റിൽ കിടക്കുന്നതിനെ കുറിച്ച് വിവരം കിട്ടിയപ്പോൾ തോബിത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോയി അത് മറവ് ചെയ്യാൻ വേണ്ടി പോകുന്ന രംഗം. അത് നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ മാന്യമായ ശവസംസ്കാരം കിട്ടാതെ പോയ ചില വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മെനലാവോസ്, അവൻ്റെ ജീവിതം അതുപോലെയായിരുന്നു. പണം കൊടുത്ത് പദവി വാങ്ങിക്കാനും അങ്ങനെയുള്ള തിരിമറി കാണിക്കാനും ഒക്കെ ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ്. നമ്മളിത് 2 മക്കബായർ 4-ാം അധ്യായവും 13-ാം അധ്യായം വായിച്ചാൽ കാണാൻ പറ്റും. അവന് മാന്യമായ ഒരു ശവസംസ്കാരം പോലും കിട്ടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടതാണ്, എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ചെയ്തതാണ്. മാന്യനായ ഒരു മനുഷ്യൻ, ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ മരണാനന്തരം കിടക്കാൻ വേണ്ടി ഒരു ഗംഭീരം കല്ലറ പണിയിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം മക്കളാരാണ്ട് ഗൾഫിലുണ്ടായിരുന്നു, അവിടെ അവരെ കാണാൻ പോയതാണ്. ആ സമയത്ത് കോവിഡ് വന്നിട്ട് പുള്ളി മരണപ്പെട്ടു. അന്നത്തെ ആ സാഹചര്യത്തിൽ വളരെ ആഴത്തിൽ 10-20 അടി ആഴത്തിൽ കുഴി കുഴിച്ച് അവിടെ തന്നെ ബറി ചെയ്തു. ബോഡി കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. ഇതേക്കുറിച്ച് കേട്ട ഒരാൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, എനിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഒരിക്കൽ പോലും ഞാൻ തുനിയത്തില്ല എന്ന്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം എവിടെയെത്തിയേ, ആ ശവകുടീരത്തിൽ അദ്ദേഹം പണിയിച്ച, അദ്ദേഹത്തിന് വേണ്ടി പണിതുയർത്തിയ മനോഹരമായ ശവകുടീരത്തിൽ കിടക്കാൻ പറ്റിയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മാന്യമായ ശവസംസ്കാരം വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പുണ്യങ്ങൾ ചെയ്ത് ദൈവഭയത്തിൽ ജീവിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ആത്മരക്ഷയ്ക്ക് നമ്മൾ കറതീർന്ന ഒരു ജീവിതം നയിക്കാൻ എപ്പോഴും പരിശ്രമിക്കണം. ഇനി തെറ്റുപറ്റിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല കള്ളൻ്റെ കാര്യം, നല്ല കള്ളൻ അവനൊന്ന് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റി. മഗ്ദലന മറിയത്തിൻ്റെ കാര്യം, 7 അശുദ്ധാത്മാക്കൾ അവളിൽ ഉണ്ടായിരുന്നെങ്കിലും അനുദപിച്ച് കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കും രക്ഷ പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ നരകത്തെക്കുറിച്ച് പേടിക്കല്ല ചെയ്യേണ്ടത്, സ്വർഗത്തിൽ പോകാൻ എനിക്കും പറ്റുമെന്നുള്ള ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയണം. ആത്മാക്കളുടെ രക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. ഒരാത്മാവിനെ നേടാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് കല്ലും മണ്ണും തിന്നാനും തയ്യാറ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് മരിച്ചവരോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റി ജീവിക്കാൻ തീരുമാനമെടുക്കാം. സ്വർഗത്തിൽ പോകാനുള്ളവർ എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനും തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.